പോകാം. അരുൺ, കഴിഞ്ഞ ഒരു മാസമായി അരുൺ നിലമ്പൂരിലുണ്ട്. UDFന്റെ പ്രഡിക്ഷൻ കറക്റ്റായി എന്ന് വേണമെങ്കിൽ പറയാം. 12,000 മുതൽ 13,000 വോട്ടിന് ജയിക്കും എന്നുള്ളതായിരുന്നു UDFന്റെ ഒരു കാൽക്കുലേഷൻ. അരുണിന്റെ പ്രഡിക്ഷൻ കൂടി കറക്റ്റായി. 15-ന് മുകളിൽ PV അൻവറിന് വോട്ട് എന്നതായിരുന്നു അരുൺ പറഞ്ഞിരുന്നത്. അതും ശരിയായി. അതിന്റെ സന്തോഷം അരുൺ ഉണ്ടാകണം. ആര്യ, പ്രജീഷ്, ദിവീഷ്, അതായത് UDFന്റെ കണക്കുകൂട്ടലുകളൊന്നും പിഴച്ചിട്ടില്ല എന്ന് മാത്രമല്ല, വഴിക്കടവ് നാടുകാണി ചുരത്തിന്റെ അടിവാരമായ വഴിക്കടവ് മുതൽ നഗരമധ്യത്തിലൂടെ നിലമ്പൂർ നഗരസഭയിലൂടെ ആര്യാടൻ ഷൗക്കത്ത് നടത്തിയ ഒരു തേരോട്ടം തന്നെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത് എന്നാണ്. UDF എന്ത് പ്രതീക്ഷിച്ചോ അത് തന്നെ സംഭവിച്ചു എന്നുള്ളതാണ്. ചിലയിടങ്ങളിൽ മാത്രമുള്ള ഒരു വോട്ട് കുറവല്ലാതെ UDFന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം വരുന്ന ഒന്നും സംഭവിച്ചിട്ടില്ല. കാരണം ഒരുപാട് പ്രതികൂല ഘടകങ്ങൾ അവർക്ക് മുന്നിലുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ PV അൻവർ ഫാക്ടർ ഉൾപ്പെടെ ഉണ്ട്. PV അൻവർ ഫാക്ടർ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. 5,000, 10,000 ഒക്കെയാണ് PV അൻവറിന് പ്രവചിച്ചത്. പക്ഷേ വോട്ടെണ്ണലിന്റെ ഓരോ ഘട്ടത്തിലും PV അൻവർ സ്കോർ ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. ആദ്യ 10 റൗണ്ടിലും 1000-ന് മുകളിൽ ഓരോ റൗണ്ടിലും വോട്ടുകൾ PV അൻവറിനുണ്ടായിരുന്നു. 10% വോട്ടുകൾ 10 റൗണ്ടിലും PV അൻവർ പിടിക്കുന്നത് സമാഹരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. LDFനെ സംബന്ധിച്ച് ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് അടിയവര ഇട്ട് അവർ സമ്മതിക്കേണ്ടി വരുന്ന തരത്തിലേക്ക് കണക്കുകൾ എത്തുന്നു എന്നുള്ളത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രകടമായത്. ഇനി തെരഞ്ഞെടുപ്പിന്റെ ഒരു ട്രെൻഡ് പരിശോധിച്ചാൽ നമ്മൾ പറഞ്ഞ ഈ വഴിക്കടവിലൂടെ തന്നെ തുടങ്ങുകയാണെങ്കിൽ, വഴിക്കടവിലെ ആദ്യ റൗണ്ട് എണ്ണിയത് മുതൽ 1,829 വോട്ടിന്റെ ലീഡാണ് വഴിക്കടവിൽ UDFന് ഉണ്ടായിരുന്നത്. അവിടെ ഒരു 3,000 ഒക്കെ പ്രതീക്ഷിച്ചതാണ്. മൂത്തേടത്തേക്ക് വരുമ്പോഴും 2,000-ന് മുകളിൽ ലീഗിന്റെ ശക്തി കേന്ദ്രത്തിൽ 2,000-ന് മുകളിൽ ലീഡ് വരുന്നു. എടക്കരയിൽ 1,170. ഈ 3 പഞ്ചായത്ത്, വഴിക്കടവ്, മൂത്തേടം, എടക്കര പഞ്ചായത്തിൽ 6,000 വോട്ടിൽ താഴെയാണ് UDFന്റെ ലീഡ് വന്നത്. ഒരു പക്ഷേ നിലമ്പൂർ നഗരസഭയോ പോത്തുകല്ലിലോ അമരമ്പലത്തോ ഒരു ശക്തമായ പോരാട്ടം നടന്നില്ലെങ്കിൽ ഭൂരിപക്ഷമോ ഒരു ഫലമോ മറ്റൊന്നായേനെ എന്നൊരു പ്രതീതി ആ ഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ, പിന്നീട് നിലമ്പൂർ നഗരസഭയാണ് ടേണിംഗ് പോയിന്റ് ആയത്. ഒരു ഡിസൈഡിങ് പഞ്ചായത്തായി മാറിയത്, അല്ലെങ്കിൽ ഡിസൈഡിങ് ഘടകമായി മാറിയത് നിലമ്പൂർ നഗരസഭയാണ് എന്നുള്ളത് തന്നെയാണ്. നിലമ്പൂർ നഗരസഭയിൽ 4,000 വോട്ടിന്റെ മൃഗീയ ലീഡ് ആര്യാടൻ ഷൗക്കത്തിന് നേടാൻ സാധിച്ചു എന്നുള്ളതാണ്.